ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പുറകിൽ വായിക്കാൻ പറ്റുന്നല്ലോ, ജയ്പൂർ ജംഗ്ഷനിലാണ് രാജസ്ഥാനിലെ. നമ്മളിവിടുന്ന് നാട്ടിലേക്കുള്ള ഏക ട്രെയിനായ മരുസാഗർ എക്സ്പ്രസ്സിന് ഒരു യാത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിങ്ങനെ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. നമ്മുടെ ട്രെയിൻ അജ്മേരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന 12978 മരുസാഗർ എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 12:10 വരുമെന്ന് കാണിക്കുന്നുണ്ട്. സമയം 11:52 നമുക്കത് പെട്ടെന്ന് ഉള്ളിലേക്ക് പോകാം. ഒരുപാട് ലഗേജ് ഉണ്ട്, കാരണം ഫാമിലി ആയിട്ടുള്ള യാത്രയായിരുന്നു. നല്ലോണം ലഗേജ് ഉണ്ട്. ഇതാണ് ജയ്പൂർ സ്റ്റേഷൻ്റെ മെയിൻ ടെർമിനൽ ബിൽഡിങ്. അങ്ങേയറ്റത്ത് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് പണി കിടക്കുന്നത് കാണാം. പക്ഷേ പഴയ ബിൽഡിംഗ് അവർ ഇതുവരെ പൊളിച്ചിട്ടില്ല. ഭാഗ്യത്തിന് നമുക്കത് കാണാൻ പറ്റി. പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 എന്ന് പറയുന്നത് ജയ്പൂർ സ്റ്റേഷൻ ഒരു എൻഡിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 5. ആ കാണുന്ന ജയ്പൂരിലെ പിറ്റ് ലൈനുകളാണ്. കവേർഡ് പിറ്റ് ലൈൻസാണ് ഇവിടെ ഉള്ളത്. കിടക്കുന്നത് ജയ്പൂർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണ്. നമ്മുടെ വണ്ടി ഒരു 2 കിലോമീറ്റർ പുറത്തെത്തിയെന്നാണ് കാണിക്കുന്നത്. നമ്മളിന്ന് HA1 കോച്ചിലാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് വരും HA1 കോച്ച്. നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ട്. ഹൈറൈസ് പാൻറ്റോള ലോക്കമാണ് ആസ് യൂഷ്വൽ. കാരണം അജ്മേറിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ, ഫുലേരയൊക്കെ തന്നെ ഹൈറൈസ് സെക്ഷനാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇനി ഓർഡറുള്ള റെഗുലർ സെക്ഷനാണ്. ഇനി ഹൈറൈസ് സെക്ഷൻ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ വണ്ടിക്ക് സവായ് മാധോപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു റിവേഴ്സൽ ഉണ്ട്. റിവേഴ്സൽ സമയത്ത് സെയിം ലോക്കോ കണ്ടിന്യൂ ലോക്കോ മാറുമോ എന്നുള്ള അറിയില്ല. ആൾക്കാർ പ്ലാറ്റ്ഫോം എഡ്ജ് വേണ്ട, അതേ ഹോൺ അടിച്ച് കയറി വരുന്നത്. ഭഗത് കി കോട്ടി ഷെട്ടിൻ്റെ 30657 ആണ് ലോക്കോ. അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇപ്പുറത്തെ അറ്റത്ത് ഫസ്റ്റ് AC ആണോ സെക്കൻഡ് AC ആണോ? ഭാഗ്യം ഇപ്പുറത്തെ അറ്റത്താണ് സെക്കൻഡ് AC. ഇതാണ് നമ്മുടെ കോച്ച്. 2024 RCF ബിൽഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലിയിൽ ബിൽഡ് ചെയ്ത കോച്ചാണ്. LFC WIC 241547C ഡിസംബർ 2024 ബിൽഡാണ്. അപ്പോൾ MCF റായ്ബറേലിയാണ്, RCF അല്ല. നമ്മൾ നേരത്തെ കണ്ട പിറ്റ് ലൈനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഉടനെ ഇവിടുന്ന് പുറപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജയ്പൂരിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി. സമയം 12:39. വണ്ടി അത്യാവശ്യം ലേറ്റാണ്. വണ്ടി ഏകദേശം ഒരു 29 മിനിറ്റോളം ലേറ്റാണ്. 12:10 ഇവിടുത്തെ ടൈം. അതിൽ നിന്നും 29 മിനിറ്റ് ലേറ്റായിട്ട് 12:39 ഇവിടുന്ന് പുറപ്പെട്ടു. ജയ്പൂർ സ്റ്റേഷനിൽ ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിന് തീരെ സ്ഥലമില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു നടന്നിങ്ങോട്ട് വരാനൊക്കെ. ഇവിടെ വലിയ എയർ കോൺകോഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവിടെ വരുന്ന എയർ കോൺകോഴ്സ്. നല്ല വലുപ്പമാണ്. ഈ സ്റ്റേഷനതൊക്കെ ആവശ്യമാണ്. കാര്യം ഭയങ്കര തിരക്കായിരുന്നു ലഗേജും കൊണ്ട്. അതായത് ഈ പ്ലാറ്റ്ഫോം, നമ്മളീ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് നിലവിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളത് 2 ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേഷനിലോട്ട് കയറിയിട്ട് ആദ്യം കണ്ട ഫുട് ഓവർ ബ്രിഡ്ജ് വഴി ഞങ്ങൾ കയറി. ഫുട് ഓവർ ബ്രിഡ്ജ് കയറിയത് ആ മുന്നിൽ കാണുന്ന ഫുട് ഓവർ ബ്രിഡ്ജാണ്. ആ മുന്നിൽ അവിടെ കാണുന്ന ഫുട് ഓവർ ബ്രിഡ്ജില്ലേ, ആ ഫുട് ഓവർ ബ്രിഡ്ജിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. ആ കാണുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൽ. ആ ഫുട് ഓവർ ബ്രിഡ്ജിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നീളം മൊത്തം നടന്ന് ഏറ്റവും പുറകിലായിരുന്നു HA1 കോച്ച്. ഫാമിലി ഉള്ളതുകൊണ്ടും പിന്നെ ഒരു ടൂറിനൊക്കെ വന്നുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് എൻ്റെ ഒരു ഒത്തിരി സാധനം ഉണ്ടായിരുന്നു കയ്യിൽ. നല്ല പാടായിരുന്നു. ലോക്കൽ നമ്പർ കാണാൻ വയ്യ. അത് ജയ്പൂർ മുംബൈ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ജയ്പൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ആ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്നുണ്ട് ജയ്പൂർ മെട്രോ സ്റ്റേഷൻ. ജയ്പൂർ മെട്രോന് ഞാനൊരു ചെറിയ യാത്ര ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാര്യം കുട്ടിയൊക്കെയായിട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത സിസ്റ്റമാണ്. ബെമ്മൽ ബെൽറ്റ് കോച്ചും ഒക്കെയാണ്. ബാംഗ്ലൂർ മെട്രോ പോലത്തെ കോച്ചാണ്. സംഭവം മൊത്തം നല്ല കളറായിരുന്നു. ഇവിടെ ഏതോ ഒരു ട്രെയിൻ കിടക്കുന്നു, G9 ഹോൾഡ്.
ബറൗണി ഷെഡിന് ലോക്കാണ്, നമ്പർ കണ്ടുകൂടാ. ഫുഡ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഓർഡർ ക്യാൻസലായി. അവർ നോട്ട് ഡെലിവറബിൾ ഇട്ട് അവർ ക്യാൻസൽ ചെയ്തിട്ട് അവർ റീഫണ്ട് ചെയ്തു. അത് ഞാൻ അറിഞ്ഞത് വണ്ടി പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുമ്പോൾ. അതായത് ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റർമാർ സൊമാറ്റോനും സ്വിഗ്ഗിനെ പൊക്കി പറയുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സൊമാറ്റോ ഓർഡർ ചെയ്യുമ്പോൾ. മുമ്പിൻ്റെ ഇപ്പോൾ ട്രെയിനിലെ പാൻട്രിയിലും ഫുഡ് ഓർഡർ ചെയ്തു. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ആൾക്കാർ വണ്ടിയിൽ കയറിയിട്ട് ഇതുവരെ സെറ്റിലായിട്ടില്ല. ചില ആൾക്കാരുടെ എണ്ണത്തിനെക്കാട്ടും കൂടുതൽ ലഗേജുണ്ട്. അതിപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 3 പേര് 4 പീസ് ലഗേജുണ്ട്. പ്ലാറ്റ്ഫോം കാണിക്കാനുള്ള ഇതിൽ ഞാൻ മറ്റേ സൈഡ് കാണിച്ചില്ല, മറ്റേ സൈഡ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതേ പോകുന്നു മുകളിൽ കൂടെ മെട്രോ ട്രെയിൻ. ബെമൽ ബിൽറ്റ് മെട്രോ ട്രെയിനാണ് കേട്ടോ അത്. ഇവിടെ ഒറ്റ വ്യത്യാസം, ബാംഗ്ലൂർ മെട്രോന് 3rd റെയിൽ ട്രാക്ഷനാണ്, ഇവന് ഓവർ ഹെഡാണ്, AC ട്രാക്ഷനാണ്. സഹാരൻപൂർ ഷെഡിന് G9. അങ്ങനെ ജയ്പൂർ സിറ്റി നല്ല അടിപൊളി ട്രാഫിക് ബ്ലോക്കുള്ള നഗരം കേട്ടോ. ഞാൻ ഇതിൽ കയറിയിട്ട് ട്രാഫിക് ഒഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല. സൈറ്റ് സീയിങ്ങൊക്കെ പോയിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതായത് പകുതി സമയം നമ്മൾ ബ്ലോക്കിൽ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജയ്പൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ലെഫ്റ്റിലുള്ള ലൈൻ ഡൽഹി ഭാഗത്തോട്ട് പോകുന്ന ലൈനാണ്. നമ്മൾ പോകുന്ന ലൈന് സവായ് മാധവ്പൂർ ഭാഗത്തോട്ട് പോകുന്ന ലൈനാണ്. നമ്മൾ സവായ് മാധവ്പൂർ ഭാഗത്തുനിന്ന് സവായ് മാധവ്പൂർ പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് കോട്ട, നഗ്ദ, രത്ലാം, വഡോദര അങ്ങനെയാണ് നമ്മൾ പോവുക. ആക്ച്വലി ഇത് കുറച്ചും കൂടി സ്പീഡ് കൂടിയ റൂട്ടാണെന്ന് തോന്നുന്നു മറ്റേതിനെക്കാട്ടും, നമ്മൾ വന്ന റൂട്ടിനെക്കാട്ടും. ഓഫ്കോഴ്സ് ദൂരം കുറവാണ്, കാരണം നമുക്കിതിന് 1.5 ദിവസം മതി. നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കയറി നമ്മൾ നാളെ പാതിരാത്രി, നാളെ മറ്റന്നാളുടെ ഇടയ്ക്കുള്ള പാതിരാത്രി ഏകദേശം 1:30 നമ്മൾ ഇവിടെ എത്തും, ഷൊർണൂരെത്തും. നമ്മുടെ ഇതൊരു 22 കോച്ച് റേക്കിൽ 19ാമത്തെ കോച്ചോ മറ്റോ നമ്മളിപ്പോൾ 19ാമത്തെ 18ാമത്തെ അങ്ങോട്ട് കോച്ചാണ് നമ്മൾ ഏറ്റവും പുറകിലാണ്. സവായ് മാധവ്പൂർ കഴിയുമ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ 4ാമത്തെ കോച്ചാവും. സവായ് മാധവ്പൂരിലെ റിവേഴ്സൽ സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ പോയി ലോക്കോ കാണാം. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഡൽഹി ഭാഗത്തോട്ട് പോകുന്ന ലൈന്. ഇതായിരിക്കുന്ന ഫുലേറെ സ്ഥലപ്പേര് മറന്നുപോയി. റിംഗസ് ജംഗ്ഷനിലങ്ങാണ്ട് പോയി കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങി. നമ്മൾ ജയ്പൂർ വിട്ട് അധികം താമസിച്ചത് കടുകുപാടങ്ങൾ തുടങ്ങി. ട്രാക്കിൻ്റെ സൈഡിലായിട്ട് കടുകുപാടങ്ങളും അങ്ങനെ കൃഷിയും മറ്റുമാണ്. വണ്ടി വിട്ടോണ ദുർഗാപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. ഞാൻ ആക്ച്വലി അത് അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടാന്ന് വെച്ച് ഞാനത് കവർ ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് നമുക്ക് സ്കെഡ്യൂൾഡ് ഹോൾട്ടായിരുന്നുള്ളത്. അങ്ങനെ ദുർഗാപുരം സ്റ്റേഷൻ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അടുത്ത സ്റ്റോപ്പിന് സവായ് മാധവ്പൂരിലാണ്. അൺഫോർച്യുനേറ്റ്ലി ഡോറിൽ മറ്റേ ഇവർ ഹൗസ് കീപ്പിംഗുകാർ അവരെ സാധനങ്ങൾ, ഹൗസ് കീപ്പിംഗ് എല്ലാം മറ്റേ ബെഡ്റൂമുകാർ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് ഡോർ തുറക്കാൻ വയ്യാത്ത കണ്ടീഷനിലാണ്. ലെഫ്റ്റ് സൈഡിലത്തെ ഡോർ, റൈറ്റ് സൈഡിലത്തെ ഡോറിലോട്ട് കുറച്ച് കഴിഞ്ഞ് പോവാം. അപ്പോൾ ട്രെയിനിൽ നിന്ന് ബിരിയാണി മേടിച്ചു ലഞ്ചിന്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരു ബിരിയാണിയും അതിൻ്റെ കൂടെ ഒരു പിക്കളും ആണ് വന്നിരിക്കുന്നത്. ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാൻ, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. വെളുത്തുള്ളിയും പട്ടാണിയും ഒക്കെ കാണാനുണ്ട്.
നല്ല ചുമന്ന ക്യാരറ്റ് കിടക്കുന്നുണ്ട്. സംഭവം കൊള്ളാം, ഒരു സ്വാദൊക്കെ ഉണ്ട്. അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻ ട്രെയിനിൽ കിട്ടുന്ന ബിരിയാണി പോലെയല്ല, കുറച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സവായ് മാധോപൂരിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്തങ്ങ് ഇരുന്നായിരുന്നു, പുറത്തോട്ട് വന്നില്ല, വയ്യായിരുന്നു. കാര്യം 2-3 ദിവസമായിട്ടേ തണുപ്പൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മുടെ ബോഡിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര നമ്മൾ ചൂടുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, നമ്മുടെ ബോഡിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തണുപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വയറിന് മൊത്തം തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തു. നമ്മളിപ്പോൾ തിരിച്ച് ഡോറിലേക്ക് വന്നു. നമ്മൾ സവായ് മാധോപൂരിലോട്ട് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊരു അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റിൻ്റെ. നമ്മൾ യാത്ര ചെയ്യുന്നത് സിംഗിൾ ലൈൻ ട്രാക്കിലാണ്. ഇവിടെ ഡബിളിങ്ങിൻ്റെ ഒന്ന് വർക്ക് നടക്കുന്നത്. ഡബിളിങ് അല്ല, പാലത്തിൻ്റെയാണ്. അല്ല, പുതിയ പാലം പണിയുന്നതിൻ്റെ ആയിരുന്നു. ഈ പാലം ഡബിളിങ്ങിൻ്റെ പാട്ടാണെന്ന് അറിയില്ല. ഇത് ബനസ് എന്ന് പറഞ്ഞ പാലമായിരുന്നു. ബനസ് എനിക്ക് കുറുകയുടെ പാലമായിരുന്നു. ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മളിപ്പോൾ സവായ് മാധോപൂർ എത്തും. സവായ് മാധോപൂരിൽ നമുക്ക് റിവേഴ്സലുണ്ട്. റിവേഴ്സൽ സമയത്ത് നമ്മുടെ സെയിം ലോക്കോ ടേക്ക് ഓവർ ചെയ്യുമോ അതോ പുതിയ ലോക്കോ അവിടെ ചാർജ് എടുക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഈ സ്ട്രെച്ചിൽ ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല ഞാൻ നോക്കിയിട്ട്. ആകെ ഏതോ ഒരു അനന്യ എക്സ്പ്രസ്സോ അങ്ങനത്തെ ഒരു ട്രെയിൻ കാണിച്ചു. അത് പക്ഷേ ഇന്ന് ഏകദേശം ഒരു 7-8 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ക്രോസ് ചെയ്യാനില്ല. ഇവിടെയൊക്കെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഡബിളിങ് ആയിട്ടില്ല. ഈ ഒരു സ്ട്രെച്ച് സിംഗിൾ ലൈനാണ്. ഏതോ ഒരു സ്റ്റേഷനിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. അതോ സ്പീഡ് റെസ്ട്രിക്ഷൻ ആണോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനത്തെ വെള്ളക്കെട്ടുകൾ കണ്ടു. ഈ എന്താ പറയുന്നത്, മരുഭൂമി പോലത്തെ പ്രദേശത്ത് വെള്ളക്കെട്ട് കാണാൻ നല്ല രസമുണ്ടോ. അത് ഈ വെള്ളക്കെട്ടിലോട്ട് മണ്ണിട്ട് അവർ ഉയർത്തിയെടുക്കുകയാണ് റെയിൽവേ ട്രാക്കിനുള്ള ഇത്. ഒരു റൗണ്ട് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിൽ വെള്ളം പൊങ്ങിയായിരുന്നു. ഇപ്പോൾ വീണ്ടും മണ്ണിട്ട് വരുന്നു വരും. കണ്ടതേ മണ്ണ് ലോറി കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു. എന്നിട്ട് JCB അതിനെ ഫ്രണ്ടോട് ജസ്റ്റ് തള്ളി ഇടുന്നു. ഇപ്പുറത്തെ സൈഡിൽ മലയുടെ മുകളിലൊരു ചെറിയ കോട്ടയോ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഈ മലകളും കടുക് പാടങ്ങളും, അത് കടുകിങ്ങനെ പൂത്ത് നിൽക്കുക. നല്ല ഭംഗിയത് കാണാൻ. ഏതോ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. സൗത്ത് കാ ബർവാഡ എന്ന് പറയുന്ന സ്റ്റേഷനാണത്. സവായ് മാധോപൂർ മുമ്പ് ഒരു ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻ ഒന്ന് വർക്ക് ചെയ്യണ്ടായിരുന്നു തോന്നുന്നു. അതിന് വേണ്ടിയാണ് നമ്മൾ പിടിച്ചിട്ടത്. ഇതൊക്കെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ പണി നടക്കുന്നത്. സൗത്ത് കാ ബർവാഡ കുഞ്ഞ് ബിൽഡിങ്ങാണ്. ഇപ്പോൾ അപ്പുറത്ത് ഒരു വലിയ ബിൽഡിങ്ങായിരുന്നു. ഇവിടുന്ന് അമ്പലമൊക്കെ ഉണ്ട് ബാക്കിൽ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഡബിളിങ്ങിന് അങ്ങനെ ട്രാക്ക് ഇട്ടിട്ടില്ലെങ്കിലും അവർ OHE പോൾസ് നിർമ്മിച്ചു കഴിഞ്ഞു. OHE പോൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് തോന്നുന്നത് റെയിൽവേയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സ്റ്റൈൽ. ഇതൊരു അൺനോൺ സ്റ്റേഷനാണ്. അപ്പുറത്തെ സൈഡിലായിരുന്നു സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ് അവർ പണിയുന്നത്. അപ്പോൾ 2 മെയിൻ ലൈൻസും പ്ലാറ്റ്ഫോംസ് 2 ലൂപ്പ് ലൈനായിട്ടും വരും. അപ്പുറത്ത് കാണുന്നത് പേരകൃഷി കേട്ടോ. പേരകൃഷിയാണ്. നമ്മുടെ കോച്ച് അറ്റൻഡൻ്റ് ഇപ്പോൾ കുറച്ച് നേരത്തെ യൂട്യൂബ് ചാനലൊക്കെ ഒരാളാണ്. അപ്പോൾ പുതിയ ചാനലാണ് പറയുന്നത്. പുള്ളി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു ഈ പ്രദേശത്ത് പേര കാണാൻ പറ്റും, പേരയുണ്ട്, അതുപോലെ കടുകിൻ്റെ കൃഷിയുണ്ട്, പിന്നെ അതിന് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കരിമ്പ് കാണാൻ പറ്റും എന്ന് പറയും.
സ്റ്റേഷനോട് എത്തുകയാണ്. ഇത് പുതിയ ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, സവായ് മാധോപൂർ ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു. അത് അടിപൊളിയാവും കേട്ടോ. സവായ് മാധോപൂർ ബൈപ്പാസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനൊക്കെ ബൈപ്പാസ് വഴി പോകാൻ പറ്റും. ഈ റിവേഴ്സൽ ഒഴിവാക്കാം. അപ്പോൾ എനിക്കൊന്നും നമ്മൾ ഈ അടുത്ത പ്രാവശ്യം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും മിക്കവാറും റിവേഴ്സൽ അവോയ്ഡ് ചെയ്ത് അവിടെ വല്ല സ്റ്റേഷൻ വരുമായിരിക്കും, അവിടെ കൊണ്ട് നിർത്തുമായിരിക്കും അവർ. സവായ് മാധോപൂർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ രൺതംബോർ ടൈഗർ സാങ്ച്വറിയുടെ ഒക്കെ റെയിൽ ഹെഡാണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ സവായ് മാധോപൂർ ഹോം സിഗ്നൽ ഒന്ന് കിടന്നിട്ടിപ്പോൾ ജസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ മുതൽ അങ്ങോട്ട് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ടെറിട്ടറി ആരംഭിക്കാനാണ്. റൈറ്റ് സൈഡിലൊരു ബോർഡ് കാണുന്നുണ്ട്. ആ ബോർഡ് പക്ഷെ മൊത്തം മാഞ്ഞുപോയി. അതെ, ഇവിടെ മുതൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്, WCRലേക്ക്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലായിരിക്കും നമ്മൾ ഏകദേശം നാഗത വരെ. കോട്ട ഡിവിഷനാണ്. ആ കാണുന്നതാണ് മെയിൻ ലൈന്. അതായത് മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കോട്ട വഴി പോകുന്ന മെയിൻ ലൈനാണ് ആ കാണുന്നത്. ആ മെയിൻ ലൈനിലേക്കാണ് നമ്മളിനി കയറേണ്ടത്. നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് അതുവഴി അങ്ങ് ടുവേർഡ്സ് കോട്ട പോകും. കോട്ട എന്ന് പറയുന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്ത് ആ ഡയറക്ഷനോട്ട് അങ്ങ് പോകും. നമ്മൾ ജസ്റ്റ് സവായ് മാധോപൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇതാണ് നമുക്കിനി പോകേണ്ട ലൈന്. ആ ലൈനിലൊരു പച്ച കാണാനുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഏതെങ്കിലും ഒരു ട്രെയിൻ നമ്മളിവിടെ ക്രോസ് ചെയ്യും. ലട്ടിയ നാല. നമ്മൾ വലത്തോട്ട് കയറുകയാണല്ലോ, അങ്ങനെ ക്രോസ് ചെയ്യുക. Sorry. ഇവിടുത്തെ സിഗ്നൽ ചോപ്പ, അതിനപ്പുറത്തെ സിഗ്നൽ പച്ചയായിരുന്നു. ഓട്ടോമാറ്റിക് സിഗ്നൽ സെക്ഷനായിരിക്കും. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇത്ര ഉള്ളൂ നീളം ബാക്കിലോട്ട്. നമ്മൾ മുന്നിൽ നിന്ന് 4ാമത്തെ കോച്ചാവും ഇപ്പോൾ. ഒരു മയമില്ലാത്ത ഡ്രൈവിങ് കേട്ടോ. ജാർക്കോട് ജാക്ക. ഇവിടെ എവിടെ ഇങ്ങേറ്റത്തൊരു ലോക്ക് ഒളിച്ചു കിടക്കുന്നുണ്ട്. അതും ഭഗത് കി കോട്ടയുടെ തന്നെയാണ്. ചിലപ്പോൾ അവൻ ചാർജ് എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം റിവേഴ്സൽ സമയത്ത് ലോക്കോ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ പണി എളുപ്പമാണ്, പെട്ടെന്ന് തീരും. ഇതിനകത്ത് കുറവൊന്നുമില്ല. ഇത് സ്പെയർ ലോക്കോ ആയിരിക്കും. 37923 ആണ് ലോക്കോ. അത് കുറവൊന്നുമില്ല. നമ്മളിത് ആ വലത്തെ അറ്റത്തുള്ള പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നത്. പോയിൻറ്റ്സോട് പോയിൻറ്റ്സ്. ഭഗത് കി കോട്ടയുടെ WDP 4D 40541. സവായി മാധോപൂർ ജംഗ്ഷനിലേക്ക് ഇവിടെ ലോക്കോ റിവേഴ്സലുണ്ട്.
आपको हुई असुविधा के लिए हम इसके हो। May I have your attention please? Train number 1339 Patna Kota Express from Patna to Kota via Indragarh is reported running late by 4 hours 34 via Chowk ka Barwada, Durgapura, Jaipur. തിരക്ക് കയറുന്നുണ്ടോ ജനറൽ കോച്ചിലോട്ട്? Platform number 1. ഇതൊന്നും നമ്മളെ കറക്റ്റ് പൊസിഷൻ അല്ലാതെ ഫ്രണ്ടിലോട്ട് കയറ്റിയിടാന്നു. 1 2 9 7 8 मरुसागर एक्सप्रेस अजमेर से चलकर कोटा, रतलाम, वडोदरा के रास्ते एर्नाकुलम जंक्शन को जाने वाली गाड़ी प्लेटफॉर्म क्रमांक 4 पर आ चुकी है। ആ പോകുന്ന രൺഥംബോർ എക്സ്പ്രസ് ആണ്. ഇൻഡോറിൽ നിന്നും ഭഗത് കി ഖുട്ടിയിലോട്ട് പോകുന്ന ട്രെയിനാണ്. ഒരു വാപ്സവനായിരുന്നു, ഏതാ ലോക്കൊന്നും കാണാൻ പറ്റിയില്ല. അതിനിപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ ടുവേർഡ്സ് ജയ്പൂറും, ജയ്പൂരിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് സംബാറിലേക്ക് നമ്മൾ മിനിങ്ങാന്ന് യാത്ര ചെയ്ത റൂട്ട് സംബാറിലേക്ക്, മീൻസ് ഫുള്ളേര സംബാറിലേക്ക് അങ്ങനെ പോയിട്ട് മെർട്ട റോഡ് വഴി ജോധ്പൂർ കഴിഞ്ഞ് ഭഗത് കി ഖുട്ടിയിൽ പോയി അവസാനിക്കുന്ന വണ്ടിയാണത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ നെയിം ബോർഡ്. പേര് എഴുതിയിട്ടില്ല, ഒരു അജ്മീർ എറണാകുളം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് അതിന് വൃത്തിയായിട്ടൊന്നും മരുസാഗർ, പഴയ ബോർഡിൽ മരുസാഗർ എക്സ്പ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ജനറലോടൊക്കെ കയറി കഴിഞ്ഞു. അപ്പുറത്തെ സൈഡ് കൂടെ ഏതോ ഒരു അണ്ണോൺ ട്രെയിൻ കയറി വരുന്നു. 39332 ആണ് ലോക്കോ. മുംബൈ ഡിവിഷൻ്റെ അവധ് എക്സ്പ്രസ് ആണ്. അവധ് എക്സ്പ്രസ് ബാൻഡ്ര ടെർമിനസ് ടു ബറോണി ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറി വന്നിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ട് സമയം കുറേ ആയിട്ടോ, ഇതുവരെ ലോക്കോ റിവേഴ്സായി വന്നിട്ടില്ല. അപ്പുറത്തൊന്ന് അവധ് എക്സ്പ്രസ്സൊക്കെ പോയി. ഇതുവരെ നമ്മുടെ ലോക്കോ വന്നിട്ടില്ല തിരിച്ച്. ഇത് വളരെ ടൈം ടേക്കിങ് ഇവിടുത്തെ റിവേഴ്സലാണ്, ലോക്കോ ചേഞ്ച് അല്ല. ഒരു ലോക്കോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ലോക്കോ ആണെന്ന് ഇപ്പോൾ ഒരെണ്ണം വരുന്ന സൗണ്ട് കേൾക്കാനുണ്ട്. അതിലും കപ്പിൾ ചെയ്യാനുള്ള സ്റ്റാഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കപ്പിളറിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കണം കുറേ നേരമായിട്ട്. നമുക്കുള്ള ക്രൂ വന്നിട്ടുണ്ട്. നമ്മുടെ ക്രൂ കോട്ട ബേസ് ക്രൂ ആണ്. അവരിവിടുന്ന് രത്ലം വരെ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ലോക്കോ 30657 ഭഗത് കി ഖുട്ടി ഷെഡിൻ്റെ സെയിം ലോക്കോയാണ്, റിവേഴ്സ് ചെയ്യണം. XTKD ആണ് ലോക്കോ. നമ്മുടെ ലോക്കോ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിന് ഷണ്ട് സിഗ്നൽ കിട്ടിയിട്ടില്ല. അതാ വരുന്നുണ്ട്. ഷണ്ട് സിഗ്നൽ കിട്ടി, അതിപ്പോൾ ഇങ്ങോട്ട് വരും. ഒരു വൈകിയോടെ നിന്ന് കോട്ട എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നുണ്ട്. അവൻ ആദ്യം പോകും, നമ്മൾ പോകുമെന്നുള്ള കണ്ടറിയണം. അപ്പോൾ നമ്മുടെ ലോക്കോ അങ്ങനെ ഷണ്ട് ചെയ്യുന്നു. പോയിൻറ്റ്സ്മാൻ ഭയങ്കര കലിപ്പ് മോഡലാണ്. അവിടെ നോക്കി നിന്നവരെ തന്നെ അയാൾ വരട്ടി ഓടിച്ചു. ഒരാൾ മറ്റേ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്ന വീഡിയോ എടുക്കുന്ന ആളുകൾ ഓടിച്ചു വിട്ടു. ലോക്കോ ജസ്റ്റ് കപ്പിളാവുന്നു. CBC അവിടെ നേരെ അവിടെ ഇടിച്ചങ്ങ് നിർത്താം. അടി സെറ്റ്. അങ്ങനെ റിയർ പാൻറ്റോ ഡൗണായി. ഇനി പതുക്കെ ഫ്രണ്ട് പാൻറ്റോ ഒരേ റേസ് ചെയ്യും. മീൻവേൽ നേരത്തെ അനൗൺസ് ചെയ്ത കോട്ടയ്ക്ക് വന്ന ഇൻ്റർസിറ്റി 3904 ഇറ്റാർസിയുടെ ലോക്കമാണ്. അവനെത്തി. പട്ന കോട്ട എക്സ്പ്രസ്, ഇൻ്റർസിറ്റി അല്ല, പട്ന കോട്ട എക്സ്പ്രസ് എത്തി. ഇനിയിപ്പോൾ അവൻ ആദ്യം പോകും, നമ്മളാദ്യം പോകുന്നത് കണ്ടറിയണം. എനിക്കൊന്ന് അവൻ പോകുമായിരിക്കും. നമുക്കിനിയും സമയമുണ്ടല്ലോ, നമുക്കിനിയും പണിയുണ്ടല്ലോ. നമ്മുടെ പാൻറ്റൊക്കെ റേസ് ചെയ്തു, ലോക്കോ പോകാൻ റെഡിയായി. പക്ഷേ പണിയുണ്ട്. ഇനി എയർ പൈപ്പും മറ്റേ ഇതൊക്കെ കണക്ട് ചെയ്യണോ, സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ഈ കോച്ചിനെ പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ഈ കോച്ച് എന്ന് പറഞ്ഞാൽ AC ഫസ്റ്റ് കം AC 2 tier ആണ്. ഇതിനകത്ത് 10 AC ഫസ്റ്റ് ബർത്തുകളും ബാക്കി ഇങ്ങോട്ട് നമ്മുടെ AC 2 tier കോച്ചസാണ്. 28 ബർത്ത് 2 tier-ഉം 10 ബർത്ത് ഫസ്റ്റ് AC ആണ്. 10 ബർത്ത് എന്ന് പറയുമ്പോൾ 2 ക്യാബിനും ഒരു കൂപ്പയും വരും. അപ്പോൾ സമയം ഇപ്പോൾ 3:05 നമ്മുടെ സ്റ്റാർട്ടറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം അരമണിക്കൂറിനടുത്ത് ലേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബിഫോർ ടൈം സവായ്മ അതുപോലെ വന്ന് കയറിയായിരുന്നു ഇവിടെ. പക്ഷേ ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെ കുറച്ച് സമയം ട്രെയിൻ ഇവിടെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ ലേറ്റ് ആവുന്നത് പതിവാണ്. 2:45 പോകേണ്ടതായിരുന്നു, 2:30 വന്ന് 2:45 പോകേണ്ടതായിരുന്നു. ആകെ 15 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സലിന്. സമയം ഇപ്പോൾ 3:09. 3:10 വണ്ടി വിട്ടപ്പോൾ.
അങ്ങനെ നമ്മൾ സവായ് മാധോപൂർ ജംഗ്ഷനിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കോട്ടയിലാണ്. ഏകദേശം അരമണിക്കൂർ ദൂരത്തിൽ കോട്ട എത്തും. നമ്മൾ കോട്ട കഴിഞ്ഞിട്ട് നല്ലൊരു ഘാട്ട് സെക്ഷനുണ്ട്, ദാരാപാസ് എന്ന് പറഞ്ഞ്. അത് നമുക്കൊന്ന് കാണണം. അത് കഴിയുമ്പോൾ ഏകദേശം ഇരുട്ടും. പിന്നെ നാഗദ ജംഗ്ഷൻ ഏകദേശം 7 മണിക്കും, രത്ലാം ഏകദേശം 7-7:45 ആകുമ്പോഴേക്കും എത്തും. അവിടം വരെ ആയിരിക്കും ഇന്നത്തെ വിഷ്വൽസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇരുട്ടത്തുള്ള റണ്ണാണ്. അപ്പോൾ നമുക്ക് പതുക്കെ റൈറ്റ് സൈഡിലൊരു ഷിഫ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് സവായ് മാധോപൂർ ജംഗ്ഷൻ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ രാജ മാധോ സിംഗ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജയ്പൂരിലത്തെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. ഇതാണ് എൻ്റെ ഒരു അറിവ്. ഞാനിതെല്ലാം കറക്റ്റ് ഇൻഫർമേഷൻ ഞാൻ നോക്കിയിട്ട് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി. എന്ത് ലേഔട്ടാണ് അല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 3 ആയതുകൊണ്ട് ഈ ഇൻഡിപെൻഡൻ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ട്രെയിനുള്ള സമയത്ത്. ഇവിടെ രാജസ്ഥാനിലുണ്ടാകുന്ന 2-3 ദിവസങ്ങളിൽ എനിക്ക് കാര്യം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻ ജനറൽ ട്രാഫിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതായത് ആൾക്കാർ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സൈഡിൽ കൂടെ അങ്ങ് ഓടിച്ചോളാമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ലെഫ്റ്റ് പിടിച്ച് പോവുക അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല. പിന്നെ ഹെൽമെറ്റ് പിന്നെ നമ്മുടെ കേരളം വിട്ടാൽ പിന്നെ എവിടെയും ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല. സീറ്റ് ബെൽറ്റും കാര്യമായിട്ടൊന്നുമില്ല. അത് ഞാൻ പറയുമെങ്കിലും നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്ങും ഡിസിപ്ലിൻഡ് അല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് 2 വീലറുകാർ. അതായത് ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലെങ്കിൽ ആ ഉള്ള ഗ്യാപ്പിൽ കൂടെ എങ്ങനെ കയറി പോകാൻ പറ്റും നോക്കുന്നതാണ് 2 വീലറുകാർ. ഈ സ്ട്രക്ചർ എന്താണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ലൂപ്പ് ലൈൻസ് കടന്നു തോന്നുന്നു. ഇതിന് സന്തോഷപ്രകടനമായിരുന്നു തോന്നുന്നു. അവിടെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്ന ലൈനാണ് ജയ്പൂരിലേക്ക് പോകുന്ന ലൈന്. അതുവഴിയായിരുന്നു നമ്മൾ വന്നത്. നമ്മൾ അതുവഴി വന്നിട്ട് നമ്മുടെ മെയിൻ ലൈൻ വഴി നമ്മൾ തിരിച്ചു പോകണം. അതായിരുന്നു നമ്മൾ വന്ന ലൈന്. ആ ലൈൻ അല്പം മുന്നിൽ വെച്ച് അത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. നമ്മളിപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത മേജർ സ്റ്റോപ്പ് കോട്ട ജംഗ്ഷൻ കയറി. അതിനു മുമ്പ് ഏതോ ഒരു സ്റ്റേഷനിൽ വെച്ച് ഫ്ലൈറ്റിനെ ലൂപ്പ് ലൈൻ വഴി ഓവർടേക്ക് ചെയ്യാണ്. ഇതിനിടയ്ക്ക് നമ്മൾ 2-3 ഫ്ലൈറ്റുകൾ ഓവർടേക്ക് ചെയ്തായിരുന്നു. 2-3 ഫ്ലൈറ്റുകളെ ക്രോസ് ചെയ്തായിരുന്നു. ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പോയിരുന്നതാണ്. നേരെ വെയിൽ ലെൻസിലേക്കാണ്. G9 മോഡലാണ്. 41390 വിജയവാഡ ഷെഡിൻ്റെ കെശ്വരായി പഠാൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അങ്ങേയറ്റത്ത് അങ്ങേയറ്റത്ത് 2 ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഒരെണ്ണം G9 ഒരെണ്ണം G7 ഉള്ളൂ. വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ട് ഒരു ട്രാക്ക് പോകുന്നതാണ്. മൺസോറിലോട്ട് മറ്റേ പോകുന്ന ട്രാക്കാണത്. നമുക്ക് ബുർള എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ബുർള ജംഗ്ഷനിലേക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഞാൻ മിസ് ചെയ്തതാണ്. രാജധാനി എക്സ്പ്രസ് വീഡിയോയിൽ ഈ സാധനം ഞാൻ മിസ് ചെയ്തായിരുന്നു. വെയിലായതുകൊണ്ടോട്ടെ ഇങ്ങനെ പിടിക്കുന്നത്. ഭയങ്കര വെയിൽ. നമ്മൾ നേരത്തെ കണ്ട മൺസോർ ലൈനിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ലൈനാണിത്. അത് കോട്ട ഭാഗത്തുനിന്ന് പോകുന്ന ട്രെയിനാണ്. ഇവിടെ ഇങ്ങനെ നേരെ കയറി ആ ലൈനാണ്. ഈ കഴിഞ്ഞുള്ളത് ബുർള ജംഗ്ഷൻ.
സ്റ്റേഷൻ. നമ്മളിപ്പോഴും രാജസ്ഥാനിൽ തന്നെയാണ്. നമ്മൾ രാജസ്ഥാൻ വിട്ടിട്ടില്ല, നമ്മൾ രാജസ്ഥാനിൽ തന്നെയാണ്. നമ്മൾ കോട്ടയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാജസ്ഥാൻ വിട്ട് മധ്യപ്രദേശിലേക്ക് കയറും. ഇവിടെ ഒരു ബോക്സ് ആൻഡ് ബ്രേക്ക് കിടക്കുന്നുണ്ട്. അതിന് ജീന 3411 എത്തിയുടെ. നമ്മളിപ്പോൾ അല്പം മുമ്പിലായിട്ട് നമ്മൾ ചമ്പൽ നദി കിടക്കും. ചമ്പൽ നദി കടന്ന് നമ്മൾ നേരെ കോട്ട ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറും. ചമ്പൽ നദി കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഞാൻ മിസ് ചെയ്തായിരുന്നു. ട്രെയിൻ ഉള്ളിൽ നിന്നാണ് ചമ്പൽ നദി കാണിച്ചത്, ബർത്തിൽ നിന്നുകൊണ്ടാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കണ്ടേക്കാം. നല്ല ഭംഗിയുള്ളൊരു സ്ട്രെച്ചായിരുന്നു. തണലത്തോട്ട് നിൽക്കുമ്പോഴേക്കും നല്ല തണുപ്പാവുന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നത്. തണലത്തോട് ഭയങ്കര തണുപ്പാവുന്നു. ഇവിടേക്ക് എന്തോ കൃഷിയുണ്ട്, ചെറിയ എന്തോ ക്രോപ്പാണ്. സവാള വല്ലതാണോ എന്നറിയില്ല കേട്ടോ. ഇനി ഗോതമ്പാണോ സവാളയാണോ ഒരു പിടിയില്ല. ഇവിടെ എന്താ കൃഷിയെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് തോട്ടത്തിൽ എന്തോ പറക്കുന്നൊക്കെ ഉണ്ട് അവർ. ഫൈനലി എടുത്തു. എന്തായിരുന്നു ആ സംഭവം? പനി കിടക്കും. ചമ്പൽ നദി. ചമ്പൽ നദി കഴിഞ്ഞ് നമ്മൾ കോട്ട ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് ഗുണ വഴി ബിന ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈനാണ്. ബിന ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മംഗള എക്സ്പ്രസ് ഒക്കെ വരുന്ന റൂട്ടാണ്. ഇവിടെ ചെറിയൊരു യാർഡുണ്ട്. ഈ യാർഡിനകത്ത് കുറേ വാഗൺസ് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ കണ്ട് കാലങ്ങളായിട്ട് അനങ്ങാത്ത പോലെ ഉണ്ട്. കണ്ടിട്ട് ലൈനിൻ്റെ തന്നെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ബിന ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു ലൈൻ കണ്ടു. അതേപോലെ തന്നെ ബിന ജംഗ്ഷനിൽ നിന്ന് കോട്ടയിലേക്ക് വരുന്ന ഒരു ലൈനുണ്ട്. അതവിടെ ഫ്രണ്ടിലായിട്ട് ഇലക്ട്രിഫൈഡ് ലൈനുകൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് ആ ലൈന്. അവിടെ കണ്ടോ ആ ലൈനുകൾ? അത് സ്റ്റേഷൻ ഉള്ളിലേക്ക് നേരെ വന്ന് കയറുന്നത്. സ്റ്റേഷൻ ഉള്ളിൽ ആ ലൈനുകൾ നേരെ സ്റ്റേഷൻ ഉള്ളിലേക്ക് വന്ന് കയറും. നമ്മളിപ്പോൾ കോട്ട ജംഗ്ഷനിലേക്ക് എത്തി. സമയം 4:39. നമ്മൾ നിർത്തുമ്പോഴേക്കും 4:40 ആവും. ഞാൻ നേരത്തെ പറഞ്ഞാൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഒരു ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സാണ് കോട്ട ജംഗ്ഷൻ. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇപ്പോൾ തന്നെ 4:40 നമ്മളത് ഇങ്ങനെ അറ്റത്താണ് നിൽക്കാൻ പോകുന്നത്. ഇവിടെ ഷെൽട്ടർ പോലും ഇല്ല. കടയൊന്നും ഓഫ് കോഴ്സ് ഇല്ല. എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചാൽ ആകെ ഒരു തള്ളുവണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ കോട്ട ജംഗ്ഷനിലെത്തി. അപ്പം നമ്മളങ്ങനെ കോട്ട ജംഗ്ഷനിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങേ അറ്റത്തായിട്ട് കാണുന്നത് നമ്മൾ സവായ് മാധോപൂരിൽ വെച്ച് കണ്ട പട്ന കോട്ട എക്സ്പ്രസ് ആണ്.
അതിന് ഉടനെ തിരിച്ചു പോകുന്നുണ്ട്. കാരണം എൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾക്കാർ ഓൾറെഡി കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തിരിച്ചു പോകുന്ന വണ്ടിയായിരിക്കും അത്. ഇത് പ്ലാറ്റ്ഫോം 3A. ഇവിടെ കിടക്കുന്ന ICF കോട്ട ഇത്താവ എക്സ്പ്രസ്സിനെയാണ്. നമ്മളങ്ങനെ മെയിൻ ലൈനിലേക്ക് മടങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്പം മുമ്പിലായിട്ടാണ് കോട്ടയാട്. കോട്ടയാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് സ്പീഡ് പിടിച്ചങ്ങ് പോകും. കോട്ടയിലൊരു വലിയ യാർഡുണ്ട്, ഹ്യൂജ് യാർഡാണ് കോട്ടയാട്. കോട്ടയിൽ പിറ്റ് ലൈൻസ് ഉണ്ട്, കോച്ച് മെയിൻ്റനൻസ് ഉണ്ട് കോട്ടയിൽ. ഏതോ കോട്ട ജനശതാബ്ദിയൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. ഞാനിതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കോട്ടയാട് കാണിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരുപാട് മുമ്പാണത്. നമുക്കിന്നൊന്നും കൂടെ കണ്ടാക്കാം. ഒരിക്കൽ കൂടി ഇതൊരു യാത്രയാണ്. എനിക്ക് ആ മറ്റേ രത്ലം അത് കഴിഞ്ഞിട്ടുള്ള ആ ഘാട്ട് സെക്ഷനും ഒക്കെ കാണാം. അതുപോലെ കോട്ട നാഗ്ദ സെക്ഷൻ കുറച്ചും കൂടി നല്ല, കോട്ട നാഗ്ദ രത്ലം സെക്ഷൻ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ ഏത് ട്രെയിനിന് വന്നാലും ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. രാജധാനി എക്സ്പ്രസ്സിന് ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കണം. രാജധാനി എക്സ്പ്രസ്സിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹൈ പ്രയോറിറ്റി വണ്ടി ആയതുകൊണ്ട് വിട്ടടിച്ചങ്ങ് പോകും. ഈ സാധാരണ എക്സ്പ്രസ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിർത്തിയൊക്കെ പോവുള്ളൂ. ഇവിടെ ഏതോ ഒരു ട്രെയിനിൻ്റെ റേക്ക് കിടക്കുന്നു. ദാനാപൂർ. ഈ സംഗോരിയ എന്ന് പറഞ്ഞാൽ കോട്ടയുടെ തന്നെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. അവിടെ ഹ്യൂജ് യാർഡും കോച്ച് മെയിൻ്റനൻസ് പിറ്റ് ലൈനൊക്കെ ഉണ്ട്. കോട്ട സിർസ എക്സ്പ്രസ്സിന് റേക്കാണ് കിടക്കുന്നത്. ഈ കോട്ടയിൽ കുട്ടികൾ, അതായത് സ്റ്റുഡൻസ് ഒക്കെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നതുകൊണ്ട് കോട്ടയിലൊന്ന് അവസാനിക്കുന്ന അത്യാവശ്യം കുറേ ട്രെയിനുകളുണ്ട്. പിന്നെ കോട്ട സിർസ എക്സ്പ്രസ്, അതിനപ്പുറത്ത് കിടക്കുന്ന ഏതാണോ ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്. അവിടെ അതുപോലെ ഫ്രൈറ്റിനും വലിയൊരു മെയിൻ്റനൻസ് ഡിപ്പോ ഉണ്ട് അതിനകത്തായിട്ട്, താഴെ മെയിൻ്റനൻസ് ഡിപ്പോ. മൊത്തത്തിൽ കോട്ട ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാർഡാണ്. അപ്പോൾ നമ്മൾ ധാരാ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ധാരാ പാസ് കിടക്കാൻ പോവാണ്. ധാരാ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിലെ ബിൽഡിംഗ് ഒരു അടിപൊളി ബിൽഡിങ്ങാണ്. ഞാൻ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്. ഇതിന് മുമ്പിലത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു ലിങ്കായിട്ട് ഇടാം. 2265-4 അല്ല 2265-3 യാത്രയായിരുന്നു. ആ വീഡിയോ ഞാൻ ലിങ്കായിട്ട് തീർച്ചയായിട്ടും ഇട്ടേക്കാം. അത് കാണുക, നല്ല വീഡിയോ ആയിരുന്നു. നമ്മൾ ധാരയല്ല ധരയാണ്, ധര കഴിഞ്ഞു. ഇവിടെ മുതലാണ് ഘാട്ട് സെക്ഷൻ ആരംഭിക്കുന്നത്. ചെറിയ ഘാട്ടാണ്, വലിയ ഘാട്ടൊന്നുമല്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഘാട്ടാണ്.
സൂറത്തിൽ എവിടെ എൻ്റെ അറിവിൽ ട്രിപ്പിൾ ലൈൻ ഇല്ല, എല്ലാം ഡബിൾ ലൈനാണ്. നമ്മൾ മുംബൈയിൽ നിന്നും ഏകദേശം 871 കിലോമീറ്റർ അകലെയാണിപ്പോൾ. മുംബൈ ചർച്ച് ഗേറ്റിലേക്കുള്ള ദൂരമാണ് 871 എന്ന് പറയുന്നത്, മൈൽ പോസ്റ്റുള്ളത്. നമ്മൾ ഏകദേശം മഥുരയിൽ നിന്ന് 400 കിലോമീറ്റർ ഇപ്പറയാണ്. കാര്യം ഈ ലൈനിൻ്റെ അപ്പുറത്തെ എൻഡ് എന്ന് പറയുന്നത് മഥുര ജംഗ്ഷനാണ്. മഥുര ജംഗ്ഷൻ എത്തുമ്പോൾ 1200 സംതിങ് വരിക, ഏകദേശം 400 കിലോമീറ്റർ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സെക്ഷനിൽ വെച്ച് നമുക്കൊരു ക്രോസിങ് കിട്ടും. ഒരു മുംബൈ കാൺപൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ചറമറ പച്ച, പവൽപുര. സ്റ്റേഷനാണ്. അവിടെ ബാക്കിലായിട്ടൊരു സിമെൻറ്റ് ഫാക്ടറി കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ ഇപ്പോൾ ഏതോ പാസഞ്ചർ ട്രെയിൻ വരാനുണ്ടെന്ന് തോന്നുന്നു. നിറയെ യാത്രക്കാർ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ മെമുവിന് വേണ്ടിയാണ് മൊറക്കോ എന്ന സ്റ്റേഷനിൽ യാത്രക്കാർ നിന്നുണ്ടായിരുന്നത്. നല്ല സൺസെറ്റും ഫ്രണ്ടിലെ കടുക് പാടങ്ങളും. ഈ പ്രദേശത്തൊക്കെ തന്നെ കടുക് പാടങ്ങളാണ്. നമ്മളിപ്പോഴും രാജസ്ഥാനിലാണ്, നമ്മൾ രാജസ്ഥാൻ വിട്ടിട്ടില്ല. എനിക്ക് നമ്മൾ നാഗ്ദേക്ക് എത്താനാകുമ്പോഴേക്കും നമ്മൾ രാജസ്ഥാൻ വിട്ട് മധ്യപ്രദേശിൽ കയറുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇടയ്ക്ക് കുറച്ച് നേരം മധ്യപ്രദേശ്, കുറച്ച് നേരം രാജസ്ഥാൻ, അങ്ങനെ കയറി ഇറങ്ങിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് രാജസ്ഥാനിലല്ല. കോട്ട വിട്ട പോലെ അങ്ങനെയാണ്. നമ്മളവിടെ രാംഗഞ്ച് മണ്ഡി എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്യും.
എനിക്കൊന്ന് അവിടം വരെയൊക്കെ ആണ് പകൽ വെളിച്ചം കവറേജ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ബാക്കി കവറേജ് നമ്മൾ സ്റ്റേഷൻസ് നാഗദ അതുപോലെ രത്ലം സ്റ്റേഷൻ കാണിക്കാം. വഡോദര എത്തുമ്പോഴേക്കും മിക്കവാറും ഞാൻ ഉറങ്ങും. ഇതാണ് രാംഗഞ്ച് മണ്ഡി ജംഗ്ഷൻ. സ്റ്റേഷൻ ജംഗ്ഷൻ ആവാനുള്ള കാരണം ഇവിടുന്ന് ഇടത്തോട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് ക്ലിയർ മനസ്സിലായില്ല. അത് ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനുകളാണ്. നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് സൈഡിലോട് പാസ് ചെയ്യുന്ന റൈഡിൽ കൂടെ ഏതോ ട്രെയിൻ ക്രോസ് ചെയ്ത് പോയി. ഈ ലൈനുകൾ കാരണമാണ് രാംഗഞ്ച് മണ്ഡി ജംഗ്ഷൻ സ്റ്റേഷൻ ആയത്. അതൊരു സിംഗിൾ ലൈനാട്ടോ അത്. പൊള്ളിയോട് പൊളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 129 130 അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലത്തെ ലോക്കോ പൈലറ്റുമാർ ഒരിക്കലും 130 അടിക്കില്ല. കാര്യം പേടിയാണ് വണ്ടി ഓവർ സ്പീഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് സദൺ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരുടെ സാധനം 128 വരെ പോകുള്ളൂ. അവർ 130 സാധനം അടിക്കാറില്ല. ഇവിടെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സോലാപൂർ അജ്മേർ സ്പെഷ്യൽ എന്നാണ് എനിക്ക് വേറസ്മേ ട്രെയിനിൽ കണ്ടത്. അത് തന്നെയാണോ വണ്ടി എന്നറിയില്ല കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ബിഹേവ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയുന്നതും. അതുപോലെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മറ്റേ കോച്ച് അറ്റൻഡൻറ്റ് വന്നിട്ട് എന്തൊക്കെ കാണാനുണ്ട്, എങ്ങനെ ഏത് സൈഡിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു. അത് അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞൊരു പാൻട്രി വെണ്ടർ വന്നിട്ട് വീഡിയോ എടുക്കുകയാണല്ലോ സാർ ഏത് നാട്ടിൽ നിന്നാണ് എന്നൊക്കെ ചോദിച്ചു. ഇതിപ്പോൾ ഏതാ വണ്ടി എന്നറിയില്ല കേട്ടോ. മിക്കവാറും ഇതായിരിക്കും സ്പെഷ്യൽ. വഡോദര കോട്ട എക്സ്പ്രസ് ആയിരുന്നു അത്. അപ്പം നമുക്കതിന് നാഗദ എത്തിയിട്ട് കാണാം. നല്ല തണുപ്പുണ്ട്, ഇരുട്ടാവുകയും ചെയ്തു. ഈ ട്രെയിനിൽ വന്ന സ്നാക്സാണ് ഇത്. മിർച്ചി വട എന്ന് പറയും. രാജസ്ഥാനിലെ പ്രത്യേക സ്നാക്കാണ്. നമ്മുടെ ക്യാപ്സിക്കത്തിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്നൊരു സ്നാക്കാണത്. നമ്മളങ്ങനെ നാഗദ ജംഗ്ഷനിലേക്ക് എത്തണം. പാരലൽ എൻട്രിയാണ്. ഇവിടെ പഴമുണ്ട്. പഴം നമുക്കൊരു 1/2 ഡസൻ പഴം പറ്റി മേടിക്കാം. നമ്മുടെ കോച്ച് ഏറ്റവും മുന്നിൽ പോകുന്നതാണ് ഒരു ചാലഞ്ച്. ഇതൊക്കെ നല്ല തണുപ്പുണ്ട്. സമയം ഇപ്പോൾ 7:05. അപ്പം നമ്മളങ്ങനെ ഡൗണ്ട് ജംഗ്ഷനിലെത്തി. ഇവിടെ പഴക്കാരൊന്നുമില്ല. പ്ലാറ്റ്ഫോമിൽ അങ്ങേറ്റത്തെ പഴക്കാരുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ല. ഇതാണ് നാഗദ ജംഗ്ഷൻ. ഡൗണ്ടല്ല, സോറി, നാഗദ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. നാഗദയിൽ നിന്ന് പുറപ്പെടാൻ നമുക്ക് തന്നെ ആദ്യത്തെ സ്റ്റാർട്ടറായി. നമുക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയത്, ഡൗണ്ടനല്ല. കൺഫ്യൂഷൻ ആണ് ഏത് വണ്ടി ആദ്യം പോകുന്നത്. നമ്മൾ വിട്ടു. നമ്മളിപ്പോൾ വെസ്റ്റേൺ റെയിൽവേ ജൂറിസ്ഡിക്ഷനിൽ കയറി കേട്ടോ. വെസ്റ്റേൺ റെയിൽവേ രത്ലം ഡിവിഷൻ്റെ ജൂറിസ്ഡിക്ഷനിൽ കയറി. അപ്പോൾ ഇതാണ് ഡൗണ്ട് എക്സ്പ്രസിൻ്റെ ലോക്കോ. വഡോദര ഷെഡിൻ്റെ 37399.
ഇൻഡോർ ഗൗണ്ട് എക്സ്പ്രസ്സിൻ്റെ ലോഗോ. അപ്പോൾ അങ്ങനെ നാഗദ ജംഗ്ഷൻ കഴിഞ്ഞു. നമുക്കിനി രത്ലം ജംഗ്ഷൻ ആകുമ്പോൾ കാണാം. നല്ല മഞ്ഞ്, പുക എന്തോ ഉണ്ട് കേട്ടോ. ഒരു പുക മണ്ണാണ്. അതെ, അവിടെ റൈറ്റ് സൈഡിൽ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരു പുകയുണ്ട് മൊത്തത്തിൽ. നമ്മളങ്ങനെ രത്ലാം ജംഗ്ഷനിലേക്ക് കാണും. രത്ലാം ജംഗ്ഷൻ്റെ മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് അങ്ങനെ ലെഫ്റ്റ് കോർണറിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മീറ്റർ ഗേജ് ആയിരുന്ന സെക്ഷൻ. മീറ്റർ ഗേജ് ആയിരുന്ന സെക്ഷൻ അതാണ്. അവിടുന്ന് അതിപ്പോൾ ബ്രോഡ് ഗേജ് ആണ്, പണ്ട് മീറ്റർ ഗേജ് ആയിരുന്നു. അപ്പം മീറ്റർ ഗേജ് ഈ ലൈനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനാണ്. അങ്ങനെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അതുവഴി ഒരിക്കൽ യാത്രയാണ് എനിക്ക്. അങ്ങനെ രത്ലാം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രത്ലാം ജംഗ്ഷനിലെ ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. രത്ലാം ജംഗ്ഷനിലെ നംകീൻ രത്ലാമി സേവ് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടുന്ന് രത്ലാമി സേവ് മേടിക്കാം. ഈ കടകളിലൊക്കെ നമുക്ക് രത്ലാമി സേവ് മേടിക്കാൻ കിട്ടും. വളരെ ഫേമസ് ആണ് ഇവിടുത്തെ സേവ്. അതൊരു പ്രത്യേക സ്വാദാണ് രത്ലാമി സേവിന്. കാരണം അതിലവർ മറ്റേ നമ്മുടെ ഗ്രാമ്പൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്കിവിടുന്ന് രത്ലാമി സേവ് മേടിക്കാം. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ അതും മേടിക്കാം. ഇവിടെ മിക്കവാറും പോഹ കിട്ടാൻ സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ പോഹ വളരെ ഫേമസ് ആണ്. അപ്പോൾ പോഹ കിട്ടിയാൽ നമുക്ക് പോഹയും മേടിക്കാം. ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാനായിട്ട്. വലിയ സ്റ്റേഷനാണ്, ഡിവിഷൻ ഹെഡ്ക്വാർട്ടർ സ്റ്റേഷനാണ്. ക്രൂ ചേഞ്ച് പോയിൻ്റാണ്. വാട്ടറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. വാട്ടറിംഗ് ഉണ്ടോ CTS ആണോ അറിയില്ല, എന്തോന്നുണ്ട് ഇവിടെ. CTS അല്ലെന്ന് തോന്നുന്നു. CTS ഒന്നും കാണാനില്ല. ഈ ഭാഗത്തോടെ കടകളൊന്നുമില്ല, ഡാർക്ക് സീനാണ്. നമ്മുടെ ഈ ഏറ്റവും ഫ്രണ്ടിൽ കോച്ച് പോകുന്നതിനുള്ള പ്രശ്നമാണ്. ഈ സൈഡിൽ കടയൊന്നുമില്ല. അപ്പം അങ്ങേ അറ്റത്തൊരു ഉന്തുവണ്ടി ഉണ്ട്. അതിലുണ്ടോ നോക്കാം നമുക്ക്. CTS ആണ്. അതാ ബാക്കി വേണ്ടൊക്കെ വരും. ഇവിടെ എന്തായാലും വണ്ടി കുറച്ച് നേരം കിടക്കും. CTS ആയതുകൊണ്ട് നമുക്ക് ആ കടയിൽ പോയിട്ട് എന്താണെന്ന് നോക്കാം. അവിടെ നല്ല മേടിച്ചുകൊണ്ട് വരാം. ഞാൻ രത്ലാമിലെ പോഹ. അപ്പോൾ നമ്മളങ്ങനെ രത്ലാം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു. എനിക്ക് സേവ് കിട്ടി, അതുപോലെ പോഹയും കിട്ടി. നല്ല പോഹയായിരുന്നു, അടിപൊളി പോഹയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ രത്ലാം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ പറഞ്ഞ അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഏകദേശം 11 മണിക്ക് രാത്രിയിൽ. അതായത് ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് റൺ കഴിഞ്ഞിട്ട് വഡോദരയിലാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ മിക്കവാറും അതിന് മുമ്പ് ഉറങ്ങും. കാരണം 2 ദിവസം നമ്മൾ ഈ നാടുകാർക്കൊക്കെ ആയതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല നല്ല തണുപ്പൊക്കെ ആയിരുന്നു. നമ്മുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രി ട്രെയിനിൽ മിക്കവാറും നല്ല സുഖമായിട്ട് തന്നെ ഉറങ്ങാനാണ് സാധ്യത. നമ്മൾ ദാഹോഡിലെത്തിയിരിക്കുകയാണ്. സ്റ്റോപ്പില്ല. അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തുമോ അത് പതുക്കെ ക്രോൾ ത്രൂ ആണെന്നറിയില്ല. നമ്മുടെ അത്താഴം ഇത് ട്രെയിനിൽ നിന്നുള്ള അത്താഴമാണ്. ട്രെയിനിൽ നിന്നുള്ള വെജ് മീൽസാണ്. അതെന്തൊക്കെയാണെന്ന് തുറന്നപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു. അത് കൂടാതെ ഒരു പനീറൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയുണ്ട്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയുണ്ട്, ദാളുണ്ട്, ചോറുണ്ട്, ഒരു സേമിയ പായസമുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വഡോദരയിലേക്ക് എത്താണ്. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ കിടന്നപ്പോൾ നോക്കിയപ്പോൾ ട്രെയിൻ ഒരു 20 മിനിറ്റ്സ് വഡോദര എത്തുമെന്ന് കാണിക്കുന്നു. ഞാൻ വെച്ചാൽ പിന്നെ വഡോദര കൂടെ കാണിച്ചിട്ട് ഉറങ്ങിയേക്കാമെന്ന് വെച്ചു. ഏതൊരു വണ്ടിയെ ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ വഡോദര ജംഗ്ഷൻ സ്റ്റേഷനോട് പ്രവേശിക്കാൻ പോകണം. ഓപ്പോസിറ്റ് സൈഡിൽ ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട്.
ടോപ്പ് മൗണ്ട് ഹെഡ് ലാമ്പാണ്. വാപ്പ് 4 ആയിരിക്കും. അപ്പോൾ അതെ, ഒരു വാപ്പ് 4 ഹൗൾഡ് ICF റേക്കാണ്. ഒരു പൂനെ സംഗനേർ സ്പെഷ്യൽ പോകണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം CRൻ്റെ റേക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ കയറുന്നത് വഡോദര ജംഗ്ഷൻ്റെ. നമ്മുടെ കഴിഞ്ഞ ഗുജറാത്ത് ട്രാവൽ സീരീസിന് തന്നെ ഇവിടെ വഡോദര ജംഗ്ഷനിൽ ഒരു രാത്രി തങ്ങിയായിരുന്നു. ഇവിടുത്തെ റിട്ടയറിംഗ് റൂം അടിപൊളിയാണ്. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് വരെ പതുക്കെ വന്ന് പ്ലാറ്റ്ഫോമിൽ അടുപ്പിച്ച് നല്ല പാർട്ടിയും കയറ്റി. 23 വണ്ടി ലേറ്റാണ്. 11:19 ഇവിടുത്തെ ടൈം. ഇപ്പം 4 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. അപ്പോൾ ഫോക്സ് സമയം 11:24 നമ്മൾ വഡോദര ജംഗ്ഷനിലെത്തി. ഞാനിനി പോയി കിടന്ന് ഉറങ്ങാൻ പോയി. ഇവിടെ 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ഇവിടെ ക്രൂ ചേഞ്ചും മറ്റും ഉണ്ട്. 10 മിനിറ്റ് കിടക്കിലായിരിക്കും, എടുത്തു പോയിരിക്കും മുമ്പ്. എന്തായാലും ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയി കിടക്കാമെന്ന് ഇരിക്കുന്നത്. കാര്യം നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് പൻവേൽ മൂലം കൊണ്ട് കവറേജ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ അതൊക്കെ പോട്ടെ കേട്ടോ. ഞാൻ കിടക്കാൻ പോയില്ലായിരുന്നു കേട്ടോ. ഞാൻ കിടക്കാൻ പോകാമെന്നൊക്കെ വെച്ചിരിക്കുന്നപ്പോൾ ഇവിടെ ഭഗത് കി കോട്ടി ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് വരുന്നു മറ്റേ അനൗൺസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ട്രെയിനിൻ്റെ വാട്ടറിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു, ഹോൺ അടിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് സമയത്ത് ഇവിടെ നിന്ന് എടുക്കാമെന്നു വണ്ടി. അങ്ങനെ ഞാനിപ്പോൾ ഡിപ്പാർച്ചർ കൊണ്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ വഡോദര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്കെന്നാൽ പോയി കിടന്ന് ഉറങ്ങിയേക്കാം. നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോകുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ പന്നിലും കാണിക്കേണ്ടാവില്ല. ഞാൻ നേരെ കൊങ്കൺ ട്രെയിനിലോട്ട് കയറിയിട്ടേ കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഉറങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ആ വരുന്നത് EDLSൻ്റെ 37308 ആണല്ലോ. അപ്പോൾ ഇത് ചെന്നൈ സെൻട്രൽ ഭഗത് കി കോട്ടി എക്സ്പ്രസ് ആണ്. അപ്പോൾ പിന്നെ ഒന്ന് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഫ്രണ്ട്സ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. പ്ലാറ്റ്ഫോം 7ൻ്റെ ഈ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി കഴിഞ്ഞു. ഞാൻ ആക്ച്വലി രാവിലെ നേരത്തെ ഉണർന്നായിരുന്നു. ഞാനൊരു 4 മണിക്കൊക്കെ ഉണർന്നു. 4 മണിക്കൊക്കെ ഉണർന്ന സമയത്ത് നമ്മളിപ്പോൾ വസായിക്ക് അടുത്തായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ വെച്ചത് പൻവേലാകുമ്പോൾ എനിക്ക് വരാം എന്ന് വെച്ച് കുറച്ച് നേരം കൂടെ കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വേറെ സ്പെറ്റർ എടുത്തു നിയർ പൻവേലിന് കാണിച്ചപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങി താഴെ നോക്കുമ്പോൾ വണ്ടി ആക്ച്വലി പൻവേൽ സ്റ്റേഷനിൽ പുറപ്പെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പൻവേൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പൻവേൽ മിസ്സായ സങ്കടത്തിനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡോറിലേക്ക് വന്നേ ഉള്ളൂ. നമ്മൾ കൊങ്കൺ റെയിൽവേയിലാണ് ഓൾറെഡി. നമ്മൾ ആദ്യ ഹോൾട്ടായി വീർ എത്താറേ. ഇപ്പോൾ ഗോരേഗാവ് റോഡാണ്. ഗോരേഗാവ് റോഡിന് അടുത്ത സ്റ്റേഷനാണ് വീർ. വീരിൽ ട്രെയിനിൽ ഷെഡ്യൂൾഡ് ഹോൾട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീര് മുതൽ അങ്ങോട്ട് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കാം. ഇതാണ് ഗോരേഗാവ് റോഡ്. സമയം 7:31. നല്ല മഞ്ഞുണ്ട് ഇവിടെയൊക്കെ.
വീർ സ്റ്റേഷൻ വന്നത്. വീർ ഒരു സ്കെഡ്യൂൾഡ് ഹോൾട്ടാണ് ഈ വണ്ടിക്ക്. വീര് വരെയാണ് ഡബിൾ ലൈൻ ഉള്ളത്. വീർ സ്റ്റേഷൻ കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ടണൽ വരുന്നത്. ഇവിടെ മുതലാണ് ടണൽസ് ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലൊരു മനോഹരമായ സൺറൈസ് ദൃശ്യമുണ്ട്. നമ്മളങ്ങനെ വീർ സ്റ്റേഷനിലേക്ക് എത്താണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ഹോൾട്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്. കൊങ്കൺ റെയിൽവേയിലത്തെ എല്ലാ സ്റ്റേഷനുകളും പോലെ വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. അല്ലാണ്ട് വലിയ സ്റ്റേഷനല്ല. സ്റ്റാൻഡേർഡ് KR സ്റ്റേഷൻ. അപ്പോൾ നമ്മളങ്ങനെ വീർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:39. ഒരുപാട് പേര് അണ്ടർസൈഡ് കോച്ചസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ബോംബെ സൈഡിൽ നിന്ന് കയറിയ ആൾക്കാരായിരിക്കും തോന്നുന്നു. അത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് കയറിയതാണോ എന്നറിയില്ല. ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരത്തേക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. നമ്മളിനി ആദ്യം ക്രോസ് ചെയ്യാൻ പോകുന്ന വണ്ടി മിക്കവാറും തിരുവനന്തപുരം യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് രത്നഗിരി പാസഞ്ചറിനൊക്കെ ക്രോസ് ചെയ്ത് രത്നഗിരി ദീവ പാസഞ്ചറൊക്കെ ഉണ്ടാവും. അവിടുത്തെ മഞ്ഞ് കണ്ടോ? ആ വെള്ളത്തിൻ്റെ മുകളിൽ അതൊരു നദിയാണ്. ആ നദിക്ക് മുകളിൽ മഞ്ഞ് നിൽക്കുന്നുണ്ടോ? വേറെ ലെവൽ സീനാണ് ഇതൊക്കെ. ഇതൊക്കെ വെളുപ്പിന് ഇവിടെയൊക്കെ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ സീനുകൾ. ഇവിടെ റൈറ്റ് സൈഡിലാണ് പുഴ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അങ്ങനെ കൊങ്കൺ റെയിൽവേത്തെ ആദ്യത്തെ ടണലായ ലാസ്റ്റ് ടൗൺ കാഴ്ച കണ്ടോ ഇവിടുത്തെ? ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഉയർന്നു വരുന്നുണ്ടോ? എന്താ ഭംഗിയത്. അപ്പോൾ നമ്മളങ്ങനെ സാപ്പേ വാമണ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ക്രോസിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. ഈ സൈഡിൽ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഈ സമയത്ത് എക്സ്പ്രസ് ട്രെയിനുകളൊന്നുമില്ല. അപ്പോൾ ഫ്ലൈറ്റ് വല്ലതും ആയിരിക്കണം. നമ്മൾ എന്തൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ വിളമ്പുന്ന വാട്ടവെള്ളം എന്ന് പറയുന്നത് രാവിലെ ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ലണ്ടോ. അപ്പോൾ നമ്മുടെ പാൻട്രിക്കാർ എന്നുള്ള ചായയാണ്. അത്യാവശ്യം നല്ല ചായ. ഒരു ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഓപ്പോസിറ്റ് ലൈനിൽ സിഗ്നൽ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന സാപ്പേ വാമണെ. സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഒത്തിരി പുറകിലാണ്. നമ്മളൊക്കെ ഫ്രണ്ടിലാണ് നമ്മുടെ കൊച്ചു. ഇതുവരെ നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയായിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്നുള്ള അറിയില്ല.
എനിക്ക് തോന്നുന്നത് ഫ്രൈറ്റ് ആണെന്നാണ്. കാര്യം ഞാൻ മറ്റേ എന്താ പറയുക കൊങ്കൺ റെയിൽവേ ട്രാക്കിംഗ് സൈഡിൽ നോക്കിയപ്പോൾ ഈ സമയത്ത് എക്സ്പ്രസ് ട്രെയിൻസ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ദൂരെയുള്ള ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഓവർടേക്കാണ്, ക്രോസിംഗ് അല്ല, ഓവർടേക്കാണ്. അത് ഇപ്പുറത്തെ സൈഡിലെ സിഗ്നൽ പച്ചയായി. അപ്പോൾ ഇത് വന്ദേ ഭാരത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മെയിൻ ലൈനിലെ സ്റ്റാർട്ടർ പച്ചയായി. അപ്പോൾ ഇതൊരു ഓവർടേക്ക് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ള സ്റ്റോപ്പാണ്. അങ്ങനെ കുറച്ചധികം നേരം ഇവിടെ കിടന്ന് ഒരു ഓവർടേക്കൊക്കെ കിട്ടി നമ്മൾ സാപ്പേ വാമണിൽ നിന്ന് പുറത്തിറങ്ങാണ്. നമ്മുടെ ആദ്യത്തെ ക്രോസിങ് അധികം താമസിയാതെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാര്യം ഓപ്പോസിറ്റ് ട്രെയിന് തിരുവനന്തപുരം നോർത്ത് യോഗ് നഗരി ഋഷികേശ് എക്സ്പ്രസ് ഏകദേശം ഖേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 4-5 സ്റ്റേഷൻ്റെ ദൂരം. അപ്പോൾ ഒരു 2 സ്റ്റേഷൻ ഓടിക്കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അവൻ കിടക്കും. എൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മൾ കിടക്കണം എന്നാണ്. കാര്യം അതാകുമ്പോൾ ക്രോസിങ് വൃത്തിയായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ ചിലപ്പോൾ അവനായിരിക്കും കിടക്കുന്നത്. രണ്ടും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണ്, അതുകൊണ്ട് രണ്ടുപേർക്കും ഈക്വൽ തുല്യതയാണ്. പിന്നെ കൊങ്കൺ റെയിൽവേയിൽ അങ്ങനെ തുല്യതയുടെ കേസില്ല. കൊങ്കൺ റെയിലിൽ ആദ്യം ആര് വരുന്നു അവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അടുത്ത ക്രോസിങ്ങിനായുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലൂപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. അത് കാരഞ്ചാടി സ്റ്റേഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചായിരിക്കും മിക്കവാറും യോഗ് നഗരി ഋഷികേശ് എക്സ്പ്രസ് അല്ല സൂപ്പർ ഫാസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാടായിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ഈ യോഗ് നഗരി ഋഷികേശ്. അതായത് ഈ ട്രെയിൻ പണ്ട് ഡെറാഡൂൺ ആയിരുന്നു. ഈ വണ്ടി പണ്ട് പോയിക്കൊണ്ടിരുന്നത് ഡെറാഡൂണിലേക്കായിരുന്നു. ഇത് കൊച്ചുവേളി ഡെറാഡൂൺ എക്സ്പ്രസ് ആയിരുന്ന കാലം മുതൽ എനിക്ക് ഈ ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡെറാഡൂൺ എക്സ്പ്രസ് മാറ്റിയിട്ട് ഇപ്പോൾ അവർ യോഗ് നഗരി ഋഷികേശിലേക്ക് ആക്കിയ വണ്ടി. അതായത് ഹരിദ്വാറിൽ നിന്ന് നേരെ യോഗ് നഗരി ഋഷികേശ് ലൈനിലോട്ട് പോകും. അവിടെ നിന്ന് പുതിയ ഒരു ലൈൻ വരുന്നത് ദേവപ്രയാഗിലേക്ക് പുതിയ ലൈനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ചിലപ്പോൾ ദേവപ്രയാഗിലേക്ക് എക്സ്റ്റെൻഡ് ആവുമായിരിക്കും പിന്നീട് ആ ലൈൻ വന്നു കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളൊരു റൂട്ടാണത്. നമ്മൾ കരഞ്ചാടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിലൊരു G9 ഹോളിൻ്റെ ഫ്ലൈറ്റർ ഉണ്ടായിരുന്നു. G9 അല്ല, വാഗണൈനെ ഇപ്പോൾ കണ്ട് മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഒരു ഹോണടിയോ ശബ്ദമോ ഒന്നുമില്ലാണ്ട് 39047 കല്യാണത്തിൻ്റെ വാപ്സൺ വഹിച്ചുകൊണ്ട് യോഗ് നഗരി ഋഷികേശ് എക്സ്പ്രസ് കയറിങ് വരികയാണ്. ഡബിൾ ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. കാര്യം അവനെ മെയിൻ ലൈനിൽ ഇട്ടിട്ട് വേറെ വണ്ടിയൊക്കെ കയറ്റാണ് പോയത്. കാര്യം മെയിൻ ലൈനിൽ ഇപ്പോഴും റെഡാണ്. നമ്മുടെ തൊട്ട് പുറകിൽ ജനശതാബ്ദി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് മെയിൻ ലൈനിലിട്ട് നമ്മളെ റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇല്ല, അവനെ ക്ലിയറൻസ് കിട്ടി, അവന് പച്ച കിട്ടി. നമുക്ക് സ്റ്റാർട്ടായി.
ഒരു ക്രോസിങ്ങിന് നമ്മൾ നിൽക്കുന്നില്ല. വാപ്കോ 2504 ഭൂസാവലിൻ്റെ ഇത് രത്നഗിരി ദിവാ പാസഞ്ചറാണ്. ഇത് ദിവാൻ ഖാവട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ്. കാരണം ബാക്കിൽ മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പാൻട്രി കറിയിൽ നിന്ന് 2 ഐറ്റമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കിനകത്തുണ്ടായിരുന്നത് ഇഡ്ഡലി വടയും ഉപ്പുമാവും. ഇത് ഉപ്പുമാവ് വട. പിന്നെ ഉള്ളത് ഇഡ്ഡലി വടയാണ്. 2 ഇഡ്ഡലി വട, ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. ഉപ്പുമാവിനോട് ഒരു ചട്നിയും തന്നിട്ടുണ്ട്. ഇഡ്ഡലി വടയുടെ കൂടെ നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ട്. അടിപൊളി. ഇവിടെ കഴിച്ചു നോക്കിയിട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിൽ വന്നൊരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് നിർത്തി. മെയിൻ ലൈനിൽ തന്നെ നിർത്തിയത്. ഇവിടെ ഇപ്പോൾ മംഗള എക്സ്പ്രസ് വരാനുണ്ട്. എനിക്കന്ന് ജനശതാബ്ദി എക്സ്പ്രസ് വരാനുണ്ട്. ഡബിളാണ് പണി. അങ്ങനെ മംഗളം എത്തി. ഇനിയിപ്പോൾ ജനശതാബ്ദി നമ്മൾ ഓവർടേക്ക് ചെയ്യോ അതോ നമ്മൾ ആദ്യം ഇവിടുന്ന് പുറപ്പെടുമോ എന്നുള്ളത് കാണാം. ജനശതാബ്ദിയും മംഗളമൊക്കെ വരുന്നതുകൊണ്ട് 2 ഇവിടെ ഹോൾഡറിലുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ നമ്മളെ ലൂപ്പിലെടുക്കാണ്ട് മെയിൻ ലൈനിൽ തന്നെ എടുത്തത്. ട്വിസ്റ്റ് സ്റ്റോറി മേ ട്വിസ്റ്റ്. നല്ല ട്വിസ്റ്റ്. ഇത്രയും നമ്മളിവിടെ പിടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ജനശതാബ്ദി കയറ്റിവിടാനുള്ള പരിപാടിയാണ്. ജനശതാബ്ദി ഇപ്പോൾ 2 കിലോമീറ്റർ പുറത്തെത്തി. അപ്പോൾ കറക്റ്റായിട്ട് അവർ നമുക്ക് ഡിപ്പാർച്ചർ തന്നു. എന്താ ഉദ്ദേശം ഒരു പിടി കിട്ടുന്നത് പിടിച്ചത്. നമ്മളങ്ങനെ ചിപ്ലൂണിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിപ്പോൾ അധികം താമസിച്ചത് സാവിത്രി നദിയെ ക്രോസ് ചെയ്യും. അപ്പോൾ വെള്ളമില്ല കേട്ടോ, വെള്ളമൊന്നുമില്ല, ഉണങ്ങിയിരിക്കുക. ഇത് വശിഷ്ഠി നദിയായിരുന്നു, സാവിത്രി അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്രോസിങ്ങിന് നിർത്തി. തന്നെ നമ്മൾ കമാഠെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഓപ്പോസിറ്റ് ലൈനിൽ കൊച്ചുവേളി, തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. തുഗ്ലക്കാബാദിൻ്റെ 30464 ആണോ എൻ്റെ ലോക്കം. ഇപ്പോഴും ഇൻഡോർ കൊച്ചുവേളിയിലായിരിക്കുന്നത്. കൊച്ചുവേളി സ്റ്റേഷനിൽ സ്ഥലപ്പേര് മാറുമെന്ന് ഇവർ അറിഞ്ഞില്ലേ? ജനശതാബ്ദി എക്സ്പ്രസ് വരുന്നുണ്ട്. അങ്ങനെ ജനശതാബ്ദി എക്സ്പ്രസ് പോയി. തേജസ് എക്സ്പ്രസ് ഇപ്പോൾ ചിപ്ലൂണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മംഗള എക്സ്പ്രസ് അടക്കണം. മംഗള എക്സ്പ്രസ് ഇപ്പോൾ ചിപ്ലൂൺ വിട്ടുപോകും. ഇൻഡോർ കൊച്ചുവേളിക്ക് കൊച്ചുവേളി ഇൻഡോറിന് ചിപ്ലൂണിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവൻ ഇപ്പം മിക്കവാറും അങ്ങോട്ട് പോകും.
അങ്ങനെ സ്റ്റാർട്ടറായി 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത്. എന്തെങ്കിലും സീനാണോ എന്നറിയില്ല. നമ്മളങ്ങനെ ആരവല്ലി റോഡ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. വീണ്ടും ഓവർടേക്കാണ്. മിക്കവാറും തേജസ്സുകാരനായിരിക്കണം സ്റ്റാഫ് പോകുന്നത് സിഗ്നൽ ചെയ്യാൻ. നോക്കാം എന്താണെന്നുള്ളത്. തേജസ് എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക്. ഇന്ത്യസ് ഫസ്റ്റ് തേജസ് എക്സ്പ്രസ് ആണ്. മുംബൈ CSMTയിൽ നിന്നും ഇപ്പം മഡ്ഗാവിലേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ 3 മണിക്കാണ് മഡ്ഗാവത്തിന് ടൈം. നമ്മുടെ 2:20. അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം ലേറ്റാണ്. അതുകൊണ്ടാണ് അവനെ കയറ്റി വിട്ടത്. കാര്യം അത് പോയി ഉടനെ തിരിച്ചു വരേണ്ട വണ്ടിയാണ്. തേജസ് എക്സ്പ്രസ് പോയിട്ട് കുറച്ച് നേരം ശേഷം നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല ഇവിടുന്ന്. ഇതാണ് അരാവലി സ്റ്റേഷൻ. നേരത്തെ കാണിച്ചത് നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. അവിടെ ചെറിയ ടീ സ്റ്റോളുമൊക്കെ ഉണ്ട്. എനിക്ക് കൊങ്കൺ റെയിൽവേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. കൊങ്കൺ റെയിൽവേയിൽ മിക്കവാറും സ്റ്റേഷനുകളിലൊക്കെ ടീ സ്റ്റോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ. വണ്ടികളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ടീ സ്റ്റോളും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിടാറായും തോന്നുന്നു. നേത്രാവതി എക്സ്പ്രസ് ആണ്. നമുക്ക് നല്ല അടിപൊളി തേപ്പാണ് കിട്ടിയത്. ഡബിളാണ്. ആദ്യം തേജസ് ഓവർടേക്കിൽ പോയി. തേജസ് അടുത്ത സ്റ്റേഷനിലെ കടവായി എന്ന സ്റ്റേഷനിൽ പോയി തേജസ് കിടന്നു. എന്നിട്ട് നേത്രാവതി പാസ് ചെയ്ത് വന്നു. നേത്രാവതി ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നമുക്ക് ക്ലിയർ പാത്താന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് വണ്ടികളൊന്നും വരാനില്ല. ഇനി നമുക്ക് നേരെ നമുക്ക് രത്നഗിരി വരെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ അരവലി റോഡിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഒരു ഓവർടേക്കും ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഓവർടേക്കാൻ ആരും ബാക്കിയില്ല കേട്ടോ. ഓവർടേക്കാനുള്ള എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോയി. ക്രോസിങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മിക്കവാറും ക്രോസിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ക്രോസിംഗ് വരാനുള്ളത് എന്താ പറയുന്നത്, രത്നഗിരി കഴിഞ്ഞിട്ടാവാനാണ് സാധ്യത. കാര്യം ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ മറ്റേ നമ്മുടെ സാവന്ത്വാടി റോഡ് ദിവ പാസഞ്ചർ, പിന്നെ അതുപോലെ നമ്മുടെ മാണ്ഡവി, അതിനിടയ്ക്ക് രാജധാനി ഉണ്ടാവും ഇന്നും. ഒക്കെയാണ് വരാനുള്ളത്. നമ്മളപ്പോൾ അങ്ങനെ രത്നഗിരി സ്റ്റേഷനോട് കയറുക. രത്നഗിരി യാർഡ് ഇവിടെ നമ്മൾ തുടങ്ങണം. അപ്പോൾ അവിടെ കാട്ടിനകത്തൊരു റേക്ക് കിടക്കുന്നുണ്ടോ, അത് ദിവാരത്നഗിരി പാസഞ്ചറിൻ്റെ റേക്കാണത്. ഇവിടെ ഇപ്പോൾ വീണ്ടും മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയില്ല കേട്ടോ. റേക്ക് സാധാരണ മഡ്ഗാവിൽ പോയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിറ്റ് ലൈൻ അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് ഇല്ലായിരിക്കും. എക്സ്ട്രാ അഡീഷണൽ റേക്കിന് ഇവിടെ സ്റ്റേബിൾ ചെയ്താവാനാണ് സാധ്യത. അവിടെ പതിവ് പോലെ മെയിൻ ലൈനിൽ ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. തലക്കര അജ്നി ഷെഡിന് 31107 ബാഗ് 9 കിടക്കുന്നുണ്ട്. ഇതിന് റെഡ് ബാൻഡുണ്ട്. കവച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞ റോറോറേക്ക് അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നുണ്ട്. അപ്പോൾ സാവന്ത്വാടി ദിവ പ്ലാറ്റ്ഫോം നമ്പർ 3 പോകും. നമ്മളിപ്പോഴത്തെ സൈഡിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്കപ്പോൾ പ്ലാറ്റ്ഫോം എൻട്രി എങ്കിലും പിടിക്കാം. വെർണയുടെ 13384 കിടക്കുന്നുണ്ട്.
രത്ലാമിന് ട്രാൻസ്ഫർ ആയി വന്നതാണ്. എന്താ സാധനം? ഒരു സ്ലീപ്പർ ക്ലാസ് കോച്ചാണ് സദേൺ റെയിൽവേയുടെ. മിക്കവാറും ഇവർക്ക് കെയറിന് ദാനം കിട്ടിയതായിരിക്കും. പഴയ കോച്ച് 2004 ബിൽഡ് കോച്ചാണ്. നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോന് ഓൾറെഡി നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റിന് മേലെ. നമുക്കിനിയും ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. കൊങ്കൺ റെയിൽവേയുടെ അലമ്പ് കൺട്രോളിങ് കാരണം ഉണ്ടായ ബാക്കി എക്സ്പീരിയൻസ് നമുക്ക് അടുത്ത പാട്ടത്തെ വീഡിയോയിൽ കാണാം. അടുത്ത പാട്ടത്തെ വീഡിയോ നിങ്ങൾ കാണാണ്ടിരിക്കാത്ത കാര്യം അടിപൊളി വിഷ്വൽസാണ് അടുത്ത പാട്ടിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇവിടെ വരെയുള്ള വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്കൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ടൊന്ന് പോയാൽ മതി. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതിൻ്റെ അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in the next part of this video. Until then, bye-bye.